ബഹുമാനപ്പെട്ട MK മുനീർ സാഹിബുണ്ട്, മറ്റ് നിരവധി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന, ജില്ലാ, മണ്ഡലം ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. എല്ലാറ്റിലും ഉപരി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും നാട്ടുകാരുമുണ്ട്. നിങ്ങളോടൊക്കെയുള്ള അഗൈതവുമായ കൃതജ്ഞത ഇതുമായി സഹകരിച്ചതിൽ നൽകിക്കൊണ്ട് നിങ്ങളെയൊക്കെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ആദരണീയരായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അധ്യക്ഷ ഭാഷണത്തിന് മുന്നോടിയായി ആ സ്നേഹധന്യ നിമിഷത്തിന് വേദി സാക്ഷിയാവുകയാണ്. സ്നേഹഭവനങ്ങളുടെ സമർപ്പണം വേദിയിൽ. പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാന്യയായ പ്രിയങ്കാജിക്ക് പോകാനും ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട നേരെ നമ്മളെ താക്കോൽ ദാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. തങ്ങൾ താക്കോൽ ദാനം നിർവഹിക്കും, അത് തങ്ങൾ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കും. അതുപോലെ തന്നെ ബഹുമാന്യയായ പ്രിയങ്കാജി താക്കോൽ ദാനം നിർവഹിക്കും, അവരും സംസാരിക്കും. ബാക്കി നടപടികൾ അതിന് ശേഷം തുടരും. കൺസിഡറിങ് ദി സിറ്റുവേഷൻ നൗ we have cut short the program. All the situations, the fasting and the Gulf situation, everything, we are going direct into the function. There is two handing overs. One is two keys. One by Sayyid Sadiq Ali Shihab Thangal and one by Madam. That is how. Now they will be called here. After that, function will be inaugurated by Thangal, and then Priyanka ji, our honorable guest, will speak to you. Then the program will continue. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യ സ്നേഹഭവനത്തിൻ്റെ സമർപ്പണം, അതിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി ശാരദ രമ്യ വില്ല നമ്പർ 33 അവർ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഊഷ്മളമായ, ധന്യമായ, സ്നേഹനിർഭരമായ ചടങ്ങ്, അത്രമേൽ ധന്യമായ നിമിഷം. ഈ വയനാടിൻ്റെ മലമടക്കുകളിലെ അത്രമേൽ ധന്യമായ ചടങ്ങിൻ്റെ വേദി സാക്ഷിയാകുന്നു. ഒഫീഷ്യൽ ഡോക്യുമെൻ്റുകൾ 51 വീടുകളുടെ സ്നേഹഭവനങ്ങളുടെ സമർപ്പണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സമാദരണീയരായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശാരദ രമ്യ വില്ല നമ്പർ 33 ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെറുത്തുപിടിക്കലിൻ്റെ മഹത്തായ ഒരു രാഷ്ട്രീയ വർത്തമാനം പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മഹത്തായ സ്നേഹഭവനങ്ങളുടെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അടുത്തായി ഷാഹിന നാസർ അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് Honorable MP Priyanka ji to hand over the key and document. Madam, please. ആദരണീയായ പ്രിയങ്ക ഗാന്ധി, ഷാഹിന നാസർ എന്നിവർക്കുള്ള വില്ല നമ്പർ 39 അതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റും കീയും ഇവിടെ കൈമാറുകയാണ്. അത്രമേൽ ധന്യവും ഊഷ്മളവുമായ ചടങ്ങിന് ഈ നാട്, ഈ സദസ്സ്, ഈ വേദി സാക്ഷിയാവുന്നു. ആദരണീയരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗമാണ്, ഈ മഹാസംഗമത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗമാണ് വേദിയിൽ നടക്കാനുള്ളത്. ദുരന്തം പൊട്ടിയൊലിച്ച അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹോണറബിൾ MP പ്രിയങ്കാജി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും മറ്റ് നമ്മുടെ UDF ഘടകകക്ഷിയുടെയൊക്കെ സന്നിഹിതരായിട്ടുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട MLA സിദ്ദീഖ്, മറ്റ് MLA മാർ, MP മാർ, പ്രിയ സഹോദരി സഹോദരന്മാർ, ആലങ്കാരികമായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നതെന്ന്. എന്നാൽ ഇത് കേവലം ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല.
ഇന്ന് അത് ഹൃദയത്തിൽ തട്ടിയാണ് നമ്മളെല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ ആഹ്ലാദകരമായ അഭിമാനകരമായ മുഹൂർത്തങ്ങളാണ് ഇവിടെ ഈ തൃക്കൈപ്പറ്റയിൽ ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നത്. 2024 ജൂലൈ 30 അവിടെ ആഞ്ഞടിച്ച ദുരന്തം, ഉരുൾപൊട്ടൽ, അതിനെ തുടർന്ന് അതിൽ ഇരയായവർക്ക് നമ്മൾ നൽകുന്ന ആശ്വാസം, നമ്മൾ നൽകുന്ന സാന്ത്വനം, അതാണിപ്പോൾ തൃക്കൈപ്പറ്റയിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു മാതൃകയും ഉദാഹരണവുമായി ഈ പദ്ധതിയെ, ഈ സംരംഭത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അന്ന് ആ സമയത്ത് നമ്മളെല്ലാവരും അവിടെ ഓടിയെത്തി മറ്റെല്ലാ പരിപാടികളും മാറ്റി വെച്ചുകൊണ്ട് പിന്നീട് കുറേ ദിവസങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. ആ ദിവസങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു ചൂരൽമല ദുരന്തത്തിൽ ഇരയായവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ 105 വീടുകളാണ് നമ്മളന്ന് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ അത് നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സലാം സാഹിബും മറ്റുമൊക്കെ അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ ആവർത്തിക്കുന്നില്ല. നാട്ടിലും മറുനാട്ടിലുമുള്ളവർ, വിദേശ രാജ്യങ്ങളിലുള്ളവർ, GCC രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്യൻ, അമേരിക്കൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള സ്നേഹജനങ്ങൾ നമുക്ക് സംഭാവനകളുമായി മുന്നോട്ട് വരികയുണ്ടായി. ഒരു നല്ല തുക നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അതാണ് നമുക്കിന്നിപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കാനും പാർട്ടിക്ക് അവരോടുള്ള കടപ്പാടും സ്നേഹവും പ്രകടിപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ ദിവസം ദുഃഖസാന്ദ്രമായ ദിവസം കൂടി. ഇവിടെ നമുക്ക് സന്തോഷമാണ്, പക്ഷേ GCC രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖവാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെയും ഇറാനും ഇടയിലുള്ള യുദ്ധം, അത് പക്ഷേ ബാധിക്കുന്നത് GCC രാജ്യങ്ങളിലുള്ള ആളുകളെയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അവിടെയുണ്ട്. അവരെല്ലാവരും പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ വീഡിയോ അയച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ബേസുകളിൽ അവിടെ വീണുകൊണ്ടിരിക്കുന്ന ആ പൊട്ടലും ചീറ്റലും അതൊക്കെ അവർ പങ്കുവെക്കുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന ആ സഹോദരങ്ങളോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് ആ യുദ്ധാന്തരീക്ഷം അവിടെ തീർന്നു പോകട്ടെ, ഇല്ലാതാകട്ടെ, അവിടെ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൂടുതലായിട്ട് പറയേണ്ടതില്ല, ഇവിടെ പറഞ്ഞവരെല്ലാവർക്കും തിരക്കാണ്. ആ തിരക്കിനിടയിൽ എന്നാലും നമ്മുടെ ഈ സന്തോഷത്തിൻ്റെ ഈ അവസരം, കാരണം ഒരു ദുരന്തം കഴിഞ്ഞ് ആ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കുവാൻ കഴിഞ്ഞു. ഒരുപാട് പേരന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്, ഒരുപാട് പേര് അംഗവിഹീനരായിട്ടുണ്ട്, അസ്വസ്ഥത ഉണ്ടായ ആളുകളുണ്ട്. ആ മരണപ്പെട്ടു പോയവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 4 ദിക്കിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആളുകൾ ഓടിയെത്തി. നമ്മുടെ മലയാളികളുടെ ആ ഒരു കൂട്ടായ്മ, അതാണ് ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതിനെ തരണം ചെയ്യാൻ. ഇപ്പോൾ കൊറോണ വന്നപ്പോഴും അങ്ങനെയാണ് ഉണ്ടായത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. ഈ ദുരന്തം വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ മറികടന്നതാണ്, അതിജീവിച്ചതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗ് പ്രത്യേകമായി ഫോർ വയനാട് എന്ന പ്രത്യേകമായൊരു ആപ്പിന് തന്നെ രൂപം കൊടുത്തു. അതിലൂടെ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അത് നമുക്കിവിടെ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ നമുക്ക് നൽകിയത് മുസ്ലിം ലീഗിനോട് ഉള്ള അവരുടെ വിശ്വസ്തതയാണ്. ഈ വീടുകൾ നമ്മൾ ജനങ്ങൾക്ക് നൽകിയത് ജനങ്ങളോട് മുസ്ലിം ലീഗിനോടുള്ള വിശ്വസ്തതയാണ്. ഈ അന്യോന്യമുള്ള ഈ വിശ്വസ്തതയാണ്. അതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയം എന്നുള്ളത്. അതാണ്
അതല്ലാതെ കുറേ വോട്ടുണ്ടാക്കുക, കുറേ മത്സര്യങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതല്ല. അതിന് ജനങ്ങൾക്കും പാർട്ടിക്കും ഇടയിൽ സ്നേഹത്തിൻ്റെ, ഐക്യദാർഢ്യത്തിൻ്റെ വിശ്വാസ്യത, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നുകൂടി നമുക്കിവിടെ തെളിയിക്കുവാൻ സാധിച്ചിരിക്കുക. ഇതുകൊണ്ടൊന്നും പ്രശസ്തിക്ക് വേണ്ടിയല്ല, പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. അതാണ് നമുക്കിവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പം UML പുതിയൊരു നിർവചനം കൂടി എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് നേരത്തെ ഉള്ളതാണ്. IUM എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അത് യൂണിറ്റിയാണ്, ഐക്യമാണ്, സമൂഹത്തിൻ്റെ ഐക്യമാണ്, രാജ്യത്തിൻ്റെ ഐക്യമാണ്. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. മേഴ്സിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യം, കരുണ, അതാണ് IUM പറയുന്നത്. പിന്നെ ലോയൽറ്റിയാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 അക്ഷരങ്ങളെയും സാക്ഷാത്കരിക്കുവാൻ കൂടി ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഈ പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആ ഒരു സംതൃപ്തിയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കിനിയും ഇവിടെ ഒരുപാട് പൂർത്തീകരിക്കാനുണ്ട്. നമുക്കറിയാം, ഇവിടെ വന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ്. പിതാവില്ലാത്തവർ, മാതാവില്ലാത്തവർ, ജ്യേഷ്ഠനില്ലാത്തവർ, അനിയനില്ലാത്തവർ, ഭാര്യയില്ലാത്തവർ, പെങ്ങളില്ലാത്തവർ, മക്കളില്ലാത്തവർ, ബന്ധുക്കളില്ലാത്തവർ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഒരു അനാഥത്വം ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾക്കെല്ലാം ഇന്ന് ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഒരുപാട് ബന്ധുക്കളാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ 100 വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 500 ബന്ധുക്കളാണ്. ഒരു വീട്ടിൽ നിന്ന് 5 ആളുണ്ടെങ്കിൽ 500 ബന്ധുക്കളെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു സാക്ഷാത്കാരം കൂടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഒരിക്കലും തന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ബാന്ധവം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മതമൊന്നും ചോദിക്കുന്നില്ല, ജാതി ചോദിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾ ഒരു വലിയ അപകടത്തെ തരണം ചെയ്ത് വന്നിട്ടുള്ളവരാണ്. നിങ്ങൾ ഓരോരുത്തരും സഹായം അർഹിക്കുന്നവരാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും ഏറെ വില കൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ അത് ജാതി മത കക്ഷി ഭേദമന്യേ നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എനിക്ക് നിങ്ങളോട് 2 കാര്യം മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളെ കൂട്ടണം എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് ആവശ്യം, വേറൊന്നല്ല. നിങ്ങളിത് ഈ ഒരു പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, നാട്ടിലും മറുനാട്ടിലും ഒക്കെ ഉള്ളത്. അതുപോലെ ഇതിന് ഓടി നടന്ന ആൾ ഇവിടെ വയനാട്ടിൽ തന്നെ ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചു ബഷീറിൻ്റെ നേതൃത്വത്തിൽ. അവരൊക്കെ 24 മണിക്കൂർ 24/7 എന്നുള്ള നിലക്കാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾ, അതുപോലെ പാർട്ടിയുടെ നേതാക്കൾ, ഇവർക്കെല്ലാം വേണ്ടി, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രവർത്തിക്കുന്നവർക്ക് നേരെയാണല്ലോ ശത്രുത ഉണ്ടാവുക. അപ്പോൾ ആ ശത്രുക്കളിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുകൂടി ഞാനിവിടെ പറയുകയാണ്. പിന്നെ എല്ലാ മനുഷ്യരുമുള്ള സാഹോദര്യം, ആ ബന്ധം, ആ സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുക. നല്ല മാതൃകാ അയൽവാസം, നല്ല മാതൃകയോടെ എങ്ങനെ അയൽവാസികളോട് പെരുമാറണം എന്ന് നിങ്ങൾ കേരളത്തെ പഠിപ്പിക്കണം എന്നാണ് ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഏതാനും സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഒരു പുനർജന്മമുണ്ടല്ലോ, നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഒരു പുനർജന്മമുണ്ട്. ആ പുനർജന്മത്തിലും നമുക്ക് ഒരുമിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്. മറ്റൊരു കാര്യം പറയാണ്, ഇവിടെ നമുക്കിനിയും ഇവിടെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി പൂർത്തിയാക്കാനുണ്ട്. അതിന് രാജ്യസഭാ MP-മാരായ ഹാരിസ് ബിരാൻ്റെയും അതുപോലെ തന്നെ വഹാബ് സാഹിബിൻ്റെയും ഫണ്ട് അതിന് വിനിയോഗിക്കുന്നതാണ് എന്ന് കൂടി ഇവിടെ അറിയിക്കും. Now I am inviting our chief guest, Priyanka ji. 2 days before she attended the function done by Rahul ji, they are starting their own project here. Tomorrow is taking place government project, whatever it is. We hope that all this will help the victims.
Now Priyanka Ji is speaking to you. Our Abdul Samad Samadani is translating this speech. Thank you. Respected Sri Sadiq Ali Tangal Ji, respected Sri Kunyali Kutti Ji, Sri E.T. Mohammad Bashir Ji, Sri Abdul Samad Samadri Ji, Sri P.V. Abdul Wahab Ji, Sri Harris Beran Ji, Sri P.M.A. Salam Ji, Sri P.K. Bashir Ji, Advocate Siddiq Ji, Sri I.C. Balakrishna Ji, and all those distinguished guests and colleagues who are assembled here on stage, my dearest brothers and sisters, I welcome you to this function today and I thank you for inviting me to share in this ceremony. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ബഹുമാന്യരായ E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, P.V. അബ്ദുൽ വഹാബ്, ഹാരിസ് ബീരാൻ, P.M.A. സലാം, P.K. ബഷീർ, അഡ്വക്കേറ്റ് സിദ്ദീഖ്, ശ്രീ I.C. ബാലകൃഷ്ണൻ, ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇവിടെ അറിയിക്കുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള കൃതാർത്ഥത ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. Day before yesterday, I had the honor to attend the ceremony of the Congress Party's rehabilitation effort, and we laid the foundation stone for the 100 houses that we have promised. Rahul ji had also come down for that function. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കുന്ന 100 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായത്. അതിൽ അഭിവന്ദനായ ശ്രീ രാഹുൽ ജിയും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ മഹത്തായ ചടങ്ങിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. Our colleagues from the IUML were also present. This morning I visited the government's effort and they have also made some houses. I was happy to see that their houses are also ready, and this evening I am here for this monumental effort by the IUML and its leadership to provide you with these beautiful houses to restart your lives again. കോൺഗ്രസിൻ്റെ ആ ചടങ്ങിൽ IUMLൻ്റെ നേതാക്കളും പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ പണിയും ചെന്ന് കാണുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വലിയ പരിപാടിയിൽ ചിരന്തന സ്മരണ നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളത്. ഈ ശാലീന സുന്ദരമായ ഭവനങ്ങൾ നിർമ്മിച്ച IUMLൻ്റെ ചടങ്ങിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. And this morning when I went to the government housing project, some media persons asked me if I have any political comment to make. ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന ഭവനങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഉദ്ദേശമുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകനോട് ആരായുകയുണ്ടായി. And I answered them what I would like to say to you, that I am proud that across party lines, every party, all of us have done our best to fulfill our promises and to provide the support and the necessary help that was needed to the survivors of this terrible tragedy. ഞാൻ അവർക്ക് നൽകിയ മറുപടി, കക്ഷിഭേദങ്ങൾക്ക് അതീതമായി ഇവിടെ ചൂരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന ആശംസാ വാക്കാണ് ഞാൻ അവരുടെ മുമ്പാകെ പ്രകടിപ്പിക്കുകയുണ്ടായത്. ഈ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അത് വിജയിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണുള്ളത്. A few days after the tragedy took place was my first real introduction to Wayanad. ഈ ദുരന്തത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ യഥാർത്ഥത്തിൽ വയനാടിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. I came here with my brother Rahul Gandhi ji. It was still raining. Dark clouds still filled the sky. ഞാൻ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഈ സ്ഥലം സന്ദർശിച്ചത്. അപ്പോഴും മഴ തിമർത്ത് പെയ്യുന്നുണ്ടായിരുന്നു.
കാർമേഘങ്ങൾ, ഇരുണ്ട മേഘങ്ങൾ മാനത്ത് കുന്നുകൂടിയിരുന്നു.